നവകേരള യാത്രക്കിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ആക്രമിച്ച കേസിൽ SIT അന്വേഷണം ആരംഭിച്ചു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിജു പൗലോസാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഫയലുകൾ സംഘം പരിശോധിച്ചു. മർദ്ദന ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മൊബൈൽ ഫോണിന്റെ പരിശോധനാ റിപ്പോർട്ട് വേഗത്തിലാക്കാൻ ഫോറൻസിക് ലാബിന് റിപ്പോർട്ട് നൽകി. അതേസമയം വിവാദ ഉദ്യോഗസ്ഥരിൽ ഒരാളായ സന്ദീപ് മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു. മറ്റൊരു ഉദ്യോഗസ്ഥരായ അനിൽകുമാർ ഇപ്പോഴും മുൻ മുഖ്യമന്ത്രിക്കൊപ്പം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനൊപ്പം തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരണ്യ സ്നേഹജൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശരണ്യ, ഇതിപ്പോൾ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. SIT കാര്യങ്ങൾ നേരത്തെ ഉള്ളതുപോലെ ആയിരിക്കില്ല. കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ആവശ്യമായ രേഖകൾ SIT ശേഖരിക്കുകയും മറ്റും ചെയ്ത്. ഇപ്പോൾ ഏറ്റവും പുതിയ അന്വേഷണ വിവരങ്ങൾ എന്താണ്? എത്ര ദിവസത്തിനകം ഇത് പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം? രഞ്ജിത്ത്, എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ്, അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ വിശദ വിവരങ്ങൾ പരിശോധിച്ചു വരുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ക്രൈംബ്രാഞ്ച് DYSP ബിജു പൗലോസ് ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ആലപ്പുഴയിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് യോഗം ചേരുകയും മറ്റ് ഈ ഫയൽ ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഫയലുകൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് പരാതിക്കാരായ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. AD തോമസ്, അതായത് MLA AD തോമസിനോടും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവായ അജയ് ജുവൽ കുര്യാക്കോസിനോടും ഹാജരാകാനുള്ള, അതായത് മൊഴി രേഖപ്പെടുത്താനായി എത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതായുള്ളത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമ പ്രവർത്തകന്റെ മൊഴിയാണ്. അദ്ദേഹത്തിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ജയ്ഹിന്ദ് ക്യാമറമാനായ ജോജി ആയിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ സ്പോട്ടിലുണ്ടായിരുന്നത്. അദ്ദേഹമാണ് ആ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിനോട് ഇന്ന് മൊഴി രേഖപ്പെടുത്താനായി എത്താനായുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ ഈ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി വന്നിരുന്നത് ഈ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്നും, അതായത് ഈ അക്രമം നടക്കുന്ന അനിൽ കല്ലിയൂറും സന്ദീപും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന അജയും തോമസിനെയും മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുടെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്നുള്ള ഒരു ഒഴുക്കൻ മറുപടിയായിരുന്നു കേസ് റെഫർ ചെയ്യാനായി അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചത്. അതിനോടൊപ്പം തന്നെ ഈ മാധ്യമപ്രവർത്തകരായ ആളുകൾ ഈ ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും വിവരങ്ങളും മൊഴിയായി നൽകിയിട്ടും അത്തരമൊന്നും ലഭ്യമായിട്ടില്ല എന്നുള്ള ഒരു കള്ള സത്യവാങ്മൂലമായിരുന്നു കോടതിയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൂടുതൽ പരിശോധനകൾക്കായി വിടും. അതിൽ നിർണായകം ഈ രണ്ടാമത് ഈ റെഫർ ചെയ്ത കേസ് വീണ്ടും പുനരന്വേഷിക്കണം, അല്ലെങ്കിൽ അന്വേഷണം ശരിയായ വിധത്തിൽ നടന്നിട്ടില്ല എന്നാവശ്യപ്പെട്ട് പരാതിക്കാർ കോടതിയെ സമീപിച്ചപ്പോൾ ഈ ദൃശ്യങ്ങൾ വീണ്ടും ശേഖരിച്ചു. അതായത് മാധ്യമപ്രവർത്തകർ പകർത്തിയ ദൃശ്യങ്ങൾ വീണ്ടും ശേഖരിച്ചിരുന്നു. അത് ഫോറൻസിക് ലാബിന്റെ പരിശോധനയ്ക്കായി വിട്ടിട്ടുണ്ട്. അത് നിർണായകമാണ് ഈ കേസിൽ. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടക്കുന്ന പരിശോധനാ ഫലം വേഗത്തിലാക്കാനുള്ള നടപടിക്രമങ്ങൾ കൂടി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആദ്യ ദിവസങ്ങളിൽ പരമാവധി വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തേടിയതിനു ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരെ നിന്ന് അവരെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തും. കാരണം ഈ കേസ് എങ്ങനെയാണ് എഴുതി തള്ളപ്പെട്ടത് എന്നുള്ളത് അവർ വിശദീകരിക്കേണ്ടതായുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തും. ഈ മുഴുവൻ പേരെയും ചോദ്യം ചെയ്തതിന് ശേഷം വിവരങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കും ഈ കേസിലെ പ്രതികൾ എന്ന് പറയുന്ന അനിൽ കല്ലിയൂറിനെയും സന്ദീപിനെയും ഇവിടേക്ക് വിളിപ്പിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇതിനകത്ത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്, ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരിൽ ഉണ്ടായിരുന്ന അനിൽ കല്ലിയൂർ മാത്രമാണ് ഇപ്പോൾ സുരക്ഷാ ജീവനക്കാരിൽ തുടരുന്നത്. സന്ദീപിനെ ഈ സുരക്ഷാ ചുമതലയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിൽ നിന്ന് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. പിണറായി വിജയന്റെ Z+ കാറ്റഗറി മാറ്റിയതോടെയാണ് സന്ദീപ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഒഴിയേണ്ടതായി വന്നത്. പക്ഷേ അനിൽ കല്ലിയൂർ ഇപ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാറ്റഗറിയിലേക്ക് ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നും ഇപ്പോൾ യോഗം ചേരും. അതായത് ആലപ്പുഴയിലെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് യോഗം ചേരും. അതേസമയം തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, അതായത് മറ്റൊരു ക്രൈംബ്രാഞ്ച് DYSP ഇവിടേക്ക് സ്ഥലം മാറി വരികയും അദ്ദേഹം ആണ് ഈ റിപ്പോർട്ട് എഴുതള്ളാനായിട്ടുള്ള റഫർ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ആലപ്പുഴയിൽ തുടരുന്നുണ്ട്. അത് ഈ അന്വേഷണത്തെ ബാധിക്കുമെന്ന് ഇപ്പോൾ മറ്റ് പോലീസ് അസോസിയേഷൻ അടക്കമുള്ള
ആളുകൾ ഭരണപക്ഷത്തെ പോലീസ് അസോസിയേഷൻ അടക്കമുള്ള ആളുകൾ പരാതി നൽകിയിട്ടുണ്ട്. അത്തരം ഒരു പരാതിയും കൂടി ഈ വിഷയത്തിനകത്ത് നീക്കുന്നുണ്ട്. ഏതായാലും SITയുടെ അന്വേഷണം തുടരുകയാണ്. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ചുള്ള നടപടിയും എത്രയും വേഗം സംഭവിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.